വ്യസനവധം നാലാം ചരിതം. അതാണ് നമ്മളിപ്പം പറയാൻ പോകുന്ന കഥയുടെ പേര്. അപ്പം നമ്മുടെ വ്യസനവെളുത്താത്തക്ക് എന്തോ ഒന്ന് പറയാനുണ്ട്, കേട്ടു നോക്കിയാലോ. കൊയിലാണ്ടി സ്റ്റേഷനിൽ മനുഷ്യത്വമില്ലാത്ത പോലീസുകാരെ കണ്ട് ശീലിച്ച എനിക്ക് ഇന്ന് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം നടന്നു. ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് ഐക്ക് ആദ്യം ഞാൻ ഒരു നമസ്കാരം കൊടുക്കുക, ബഹുമാനത്തോടെ കൂടെ. ഒരു അനിയത്തി എന്നുള്ള സ്ഥാനത്ത് ഒരേട്ടനോട് പറയാ നന്ദിയിട്ട്. എന്താ പറയാൻ കാരണം എന്നല്ലേ, ഒരുപാട് പരാതിയായിട്ട് ഞാൻ ഏട്ടനെന്നുള്ള സ്ഥാനത്ത് അനിയത്തി എന്നുള്ള ആ ഒരു ഇതിൽ നന്ദി പറയാം. നമുക്കുണ്ട് വീടും കുടുംബമൊക്കെ. നമ്മളെന്നാലും 24 മണിക്കൂർ നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കണേ. കണ്ട് ശീലിക്കാനായിട്ട് നിങ്ങളൊക്കെ അങ്ങനെയാണോ? നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കണേ. കണ്ട് ഈ പോലീസുകാരെ കണ്ടിട്ടാണ് നമ്മൾ ശീലിക്കണത്. ഈ ചേച്ചിക്ക് ഭയങ്കര ശീലങ്ങളാണ്. ഒന്ന് പറഞ്ഞാട്ടെ. ആയിട്ടുള്ളൊരു സംഭവം നടന്നു. ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് ഐക്ക് ആദ്യം ഞാൻ ഒരു നമസ്കാരം കൊടുക്കുക, ബഹുമാനത്തോടെ കൂടെ. ഒരു അനിയത്തി എന്നുള്ള സ്ഥാനത്ത് ഒരേട്ടനോട് പറയാ നന്ദിയിട്ട്. ബിജു എന്ന ആ ഒരു ഐക്ക് ഞാനും ഒരു നമസ്കാരം കൊടുക്കുക. കാരണം എന്താണെന്നല്ലേ, ഒരു അനിയത്തി എന്ന സ്ഥാനത്ത് ഒരു ഏട്ടനോട് പറയുന്നതായിട്ടാണ് ഈ വ്യസന പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വ്യസനത്തിനോട് എനിക്ക് പറയാനുള്ളത്, എടി നിന്നെ ആ പോലീസുകാരനെ അറിഞ്ഞുകൂടാനിട്ടാണ്, നിന്റെ ഊടായ്പകൾ അറിഞ്ഞുകൂടാനിട്ടാണ്. ഏതോ ഒരു പാവ എസ് ഐ ആണോ CI ആണോ റാങ്ക് എന്നറിയില്ല, എന്നാലും പോട്ടെ, ഒരു പോലീസുകാരെന്ന് വയ്ക്കുക. സോഷ്യൽ മീഡിയ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ്. നീ എന്താണ് വിത്തെന്ന് അങ്ങേർക്ക് മനസ്സിലായിട്ടില്ല. വ്യസനവെളുത്താത്ത ഡെയിലി പോലീസ് സ്റ്റേഷൻ കയറലാണ് പരിപാടി. ഈ മക്കളെ കൊണ്ട് നമ്മൾ കുടുംബസമേതം ടൂറ് പോയില്ലേ, ഇവർ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. നേരെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസുകാർക്കും അടുത്തിട്ട് ഇപ്പോൾ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബ അടക്കം മൊത്തം ഇങ്ങോട്ട് വരരുത് എന്ന് വിലക്കിയൊക്കെയാണ്. പോലീസ് സ്റ്റേഷനിൽ വിലക്കാണ് വെക്ക്. ഇപ്പോൾ ആരെങ്കിലും തോണ്ടി പിച്ചി മാന്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഓടണത് ഈ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്കാണ്. ലാസ്റ്റ് പോലീസുകാർക്ക് തന്നെ സൈകിട്ട് പോലീസുകാർ പറഞ്ഞേണ്ടി മറുതെ ഇങ്ങോട്ട് കയറരുത്, നീ ആ പടിക്ക് പുറത്ത് നിൽക്കുന്നു പറഞ്ഞ് പടിക്ക് പുറത്ത് നിർത്തിയേക്കുക. കാരണം പോലീസുകാർക്ക് തൊഴിലൂല എൻ്റെ മക്കളെ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് ഇവളൊരു കൊടുപ്പുകാരിയായിട്ട് മാറിയ കാര്യം ആ പാവം SI അറിഞ്ഞിട്ടുണ്ടാവില്ല. കാര്യമായി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വേണ്ടിയില്ല, ഈ കൊടുത്തത് മുഴുവനോ കള്ളക്കേസ്. ഒന്നില്ലെങ്കിൽ അവക്കടെ ബമ്പറിന് പിടിച്ചു, അല്ലെങ്കിൽ അവക്കടെ ഡിക്കിക്ക് പിടിച്ചു. ഇതൊക്കെയാണ് അവക്കടെ കേസുകൾ. എന്നിട്ട് മാന്തി പിച്ചി തോണ്ടിയെന്നും പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരെ പെടുത്തി സ്റ്റേഷനിൽ കേസിൻ്റെ കളിയാണ് മക്കളെ. ഇവിടെ മാത്രം കേസ് നടത്താനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ വേണ്ടി വരും, ഒരു കോടതിയും വേണ്ടി വരും. അത്രത്തോളം കേസുകൾ ഉണ്ടാക്കുന്ന കേസ് കെട്ടാണ് ഈ കേസ്. ഇവളെ സോഷ്യൽ മീഡിയയിൽ ഇവളുടെ ചാനലിൽ കണ്ട ഒരാളും ഇവളെ അനിയത്തിയായിട്ട് കണക്ക് കൂട്ടൂല. അമ്മാതിരി ആൾക്കാർ അവരാതെന്ന് പറയണത്. ഏട്ടനാണ് അത്രേ, ഏട്ടൻ, പുതിയൊരു ഏട്ടൻ. എന്നാലും എൻ്റെ നല്ലവനായ പോലീസുകാരെ ബിജു സാറേ, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. ഇനിയിപ്പം അടുത്ത ഏട്ടൻ്റെ പേര് പറയുന്നത് നിങ്ങളുടെ ആയിരിക്കുമോ എന്നാണ് എനിക്കൊരു സംശയമുള്ളത്. സാറേ സൂക്ഷിച്ചോ, പെട്ടാൽ പിന്നെ ഊരാൻ പറ്റൂല. ഹണി ട്രാപ്പാണ്, ഹണി ട്രാപ്പ്. അടപടലം ഇവിടെ കൂട്ടിക്കളയും. കൊടുക്കണ കേസ് മുഴുവൻ കള്ളക്കേസാണ്. അതിലൊരു സത്യസന്ധത എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ലാസ്റ്റ് കേസ് കോടതിയിൽ വരുമ്പം കേസ് ഇവള് പൊട്ടും. കാരണം ഇതിലൊരു കഴമ്പൂല്ല എന്നും പറഞ്ഞിട്ട് ജഡ്ജി ഇവിടെ പരാതി എടുത്ത് ചുറ്റിക്കൂട്ടിയിട്ട് ഒന്നും പറഞ്ഞ ഒരു ഏറ് കൊടുക്കും. അതാണ് ഇതുവരെ ഉണ്ടായേക്കണത്. കാരണം നമ്മൾ കൊടുക്കണ കേസിനൊരു സത്യസന്ധമായിട്ടുള്ളൊരു ന്യായം ഉണ്ടെങ്കിലാണ് അത് നമുക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. അതിനുള്ള തെളിവുകളും വേണം. ബാക്കി പറ മോളെ. എനിക്ക് കൈ മലർത്തിയാണ് അവർ കാണിച്ചത്. ഇന്ന് ഞാൻ ഇന്നത്തെ ഡേറ്റ് ഇന്നെന്താ മോനെ ഡേറ്റ് 10-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. സാധാരണ നീ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്നിട്ട് ആ കടലാസ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമല്ലോ. ഇന്നെന്ത് കടലാസ് ഇല്ലേ? ആണല്ലേ? തള്ളിക്കോ.